ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം സെഖരിയ പ്രവചനം 1-2 അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അന്വേഷണങ്ങൾ യൗവന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പുത്തൻ ആശയങ്ങളെ അറിയുവാനും അവയെ സ്വന്തമാക്കുവാനും യൗവന ഹൃദയങ്ങൾ എപ്പോഴും താല്പര്യപ്പെടുന്നവരാണ്. അതിനാൽ യുവതലമുറയെ നാം ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് യൗവനക്കാരിയായ ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തെക്കുറിച്ചാണ്. ഈ സംഭവം പാപത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് വെളിച്ചം നൽകുന്ന കർത്താവിൻ്റെ സ്വഭാവത്തെ എടുത്തുകാട്ടുന്നു. ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്നത് കർത്താവിൻ്റെ ധീരമായ ഒരു തീരുമാനവും ജീവിത പ്രമാണവുമായി കാണാം. ഇവിടെ യേശു കർത്താവിൻ്റെ ഒരു വലിയ നിശബ്ദതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ നിശബ്ദതയിലൂടെ വെളിവാകുന്ന 2 സത്യങ്ങൾ. ഒന്നാമതായിട്ട് നിശബ്ദത ദുഷ്ടമനസ്സിൻ്റെ ക്രൂരതയെ എടുത്തുകാട്ടുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ കൊല്ലപ്പെടണം എന്ന നിയമമുണ്ടായിരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ കന്യക മറിയാമിനും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നു. എന്നാൽ ദൂതൻ്റെ വാക്കുകൾ അനുസരിച്ച് യോസേഫ് അവളെ ചേർത്തുകൊണ്ടു എന്ന് അവിടെ കാണുന്നു. എന്നാൽ ഇവിടെ ഈ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി രക്ഷപ്പെടുന്നു. ഇവിടെ അവൾ മാത്രമല്ല, കൂടെയുള്ള വ്യക്തിയും തെറ്റുകാരനാണ്. പക്ഷേ അവളുടെ രക്തത്തിനായി മാത്രമാണ് കൂടെ നിന്നിരുന്നവർ ദാഹിക്കുന്നത്. യേശു അവളുടെ മനസ്സറിയുന്നു. എന്തു കാരണം കൊണ്ടാണ് അവൾ ആ തൊഴിലിൽ ഏർപ്പെട്ടതെന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ യേശു പാപികളുടെ സ്നേഹിതനാണ്. യേശു കർത്താവ് അവളെ കുറ്റം വിധിച്ച് നരകത്തിലേക്ക് അയക്കുവാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ക്രൂരമായ മനസ്സും ആ സ്ത്രീയുടെ ദയനീയതയും മനസ്സിലാക്കിയ യേശു അവൾ പാപിയല്ലെന്നോ ശിക്ഷാർഹയല്ലെന്നോ പറയുന്നില്ല. മറിച്ച് അവിടെ നിന്നവർക്ക് അവളെ ശിക്ഷിക്കുവാൻ അർഹതയില്ലെന്ന് യേശു കർത്താവ് തെളിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്ന് കാണുന്നുണ്ട്. പ്രിയ ദൈവജനമേ, തെറ്റു ചെയ്യുമ്പോഴല്ല, പിടിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ കുറ്റക്കാരനാകുന്നത്. എന്നാൽ പിടിക്കപ്പെടാത്തവർ എക്കാലവും മാന്യന്മാരായി തുടരുകയും ചെയ്യും. ഇവിടെ യേശു കർത്താവിൻ്റെ നിശബ്ദത ദുഷ്ടമനസ്സിൻ്റെ ക്രൂരതയെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നിശബ്ദത പാപമോചനത്തിന് കാരണമാകുന്നു. വ്യഭിചാരം എന്ന കുറ്റത്തിന് ന്യായപ്രമാണം അനുശാസിക്കുന്ന ശിക്ഷ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നതാണ്. എന്നാൽ 7-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങളിൽ ന്യായപ്രമാണം ലംഘിച്ചിട്ടില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന്. ഇവിടെ 2 കാര്യങ്ങൾ കാണാം. 1, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ പ്രവർത്തിക്കരുത്. 2, കല്ലെറിയുക. പക്ഷേ ആദ്യത്തെ കല്ല് പാപം ചെയ്യാത്തവൻ്റേതായിരിക്കണം. ഇവിടെ വിധികർത്താക്കളായി ചുറ്റും കൂടി നിന്നവർ ഞെട്ടിപ്പോകുന്നു. ദൈവത്തിൻ്റെയും സ്വന്തം മനസാക്ഷിയുടെയും മുന്നിൽ എല്ലാവരും പാപികളാണ്. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് തന്നെ ആവർത്തിക്കുമ്പോഴാണ് അത് പാപമായി തീരുന്നത്. ഇവിടെ പാപിയുടെ മരണമല്ല, മറിച്ച് മാനസാന്തരമാണ് യേശു കർത്താവ് ആവശ്യപ്പെടുന്നത്. പാപിക്ക് ശിക്ഷയല്ല നൽകേണ്ടത്, പിന്നെയോ മാപ്പ് കൊടുക്കണം. അതാണ് ദൈവീകം. ഇവിടെ അവൾ വിശുദ്ധയായി തീരുന്നു. എന്നാൽ ഒരു താക്കീത് കൂടെ, പോക, ഇനി പാപം ചെയ്യരുത്. പാപാന്ധകാരത്തിലായിരുന്ന സ്ത്രീ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ ദിവ്യ വെളിച്ചത്തിൽ വിശുദ്ധിയിലേക്ക് ആനയിക്കപ്പെടുന്നു. യേശുവിൻ്റെ നിശബ്ദത ഇവിടെ പാപമോചനത്തിനും അതിലൂടെയുള്ള വിശുദ്ധിക്കും കാരണമായി തീരുന്നു. നമ്മുടെയും കുറവുകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറ്റുള്ളവരെ വിധിക്കുവാൻ നാം ആരുമല്ല എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മറ്റുള്ളവരിലെ കുറവുകളെ കാണുകയല്ല, അവരിലെ നന്മ കാണുവാനും ഏവരെയും ഞങ്ങളോട് ചേർത്ത് നിർത്തുവാനും പാപമില്ലാത്തവരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.